ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചക്ക ഉപയോഗിച്ചൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് ചക്ക കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ചക്ക ഏത് ചക്കയായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ജ്യൂസ് ആക്കിയിട്ടെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരിച്ചെടുക്കണത്. എന്നിട്ട് ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഇനി നമുക്കിത് ഹലുവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയും ഗോതമ്പ് പൊടിയും മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുത്തതും ഗോതമ്പ് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 ശർക്കര ഉരുക്കിയെടുത്തതാണ്. ചക്ക നല്ല മധുരമുള്ള ചക്ക കാരണം കൂടുതൽ മധുരം എടുത്തിട്ടില്ല. മധുരം കുറഞ്ഞ ചക്കയാണെങ്കിൽ അതിനനുസരിച്ച് മധുരം കൂട്ടി കൊടുക്കാം. ഗോതമ്പ് പൊടി ഒരു 4-5 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. വെള്ളം എത്രയും കുറക്കുന്നോ അതാണ് നല്ലത്. അപ്പോൾ ഗോതമ്പ് പൊടി നല്ലോണം മിക്സ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് നമ്മളെ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കിത് നേരെ സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഇനി നന്നായി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് അടിയിൽ പിടിക്കുന്നുള്ള പേടിയില്ല. അലുമിനിയം സ്റ്റീലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അത്ര വലിയ കുഴപ്പമില്ല, അടിയിൽ പിടിക്കാതെ കിട്ടും. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മിൽമയുടെ ഗീ ആണ് എടുത്തിട്ടുള്ളത്. ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ, ബദാം, റൈസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. തീ പറ്റ സിമ്മിലാക്കി വെക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹലുവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. നന്നായി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹലുവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗീ പുരട്ടി വെച്ച സെർവിങ് പ്ലേറ്റിലിട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കണം. സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം. ഒക്കെ നമ്മുടെ ഹലുവ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.